അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സീനാണ്. ആക്ഷൻ സീൻ മീൻസ് നമുക്കൊരു റെഫറൻസ് ഉണ്ട്. ഇതാണ് നമ്മളെ റെഫറൻസ്. ഓക്കെ, റെഫറൻസ് ഞാൻ ഇങ്ങനെ ഒരു പ്ലേ ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ നമ്മളെ റെഫറൻസ്. ഇത് കൊള്ളുന്നു, ഒരു ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുന്നു, അപ്പോൾ ആ ഹിറ്റ് ചെയ്യുമ്പോൾ താഴെ വീഴുന്നു. ഇതാണ് നമ്മളെ റെഫറൻസ്. ഓക്കെ, ഇതിപ്പോൾ കൈയൊക്കെ ഉണ്ട്, നമുക്ക് കൈ ഇല്ലാതെ നമുക്ക് കുറച്ചും കൂടെ ഒരു ചലഞ്ചാണ് കൈ ഇല്ലാത്തതിന് എത്ര ഫീൽ കൊണ്ടുവരാം എന്നുള്ളത്. കണ്ടോ, കൈ ഹിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാ, കൈയൊക്കെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, അത് ഒറ്റ 2 1 2 3 4 5 ഫ്രെയിം ഹോൾഡ് ചെയ്തിട്ട് ആരോ അപ്പോൾ വന്ന് ഹിറ്റ് ചെയ്യണം. കേട്ടോ, ആരോ ഹിറ്റ് ചെയ്യുന്നു, അത് വഴിയിട്ട് ഇപ്പോൾ കൈയുണ്ട്, അപ്പോൾ കൈയുടെ അത്രയും സംഭവം നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവിടെ വീഴുന്നു. ആ ടൈമിങ്ങിലൊക്കെയാണ് ആ കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പോസിലോട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് പോസ് എന്താണ്, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഫസ്റ്റ് പോസ്. അപ്പോൾ ഞാനും അത് തന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഈ ഒരു ഒബ്ജക്റ്റാണ് ഇതിൻ്റെ അത് കൊണ്ടുവരുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യണ ഒരു ഫീൽ കൊണ്ടുവരാം. ഈ ഒരു ഒബ്ജക്റ്റാണ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ് സ്വല്പം ഒന്ന് ചെറുതാക്കിയാലും കുഴപ്പമില്ല. സ്വല്പം തിക്നെസ് സ്വല്പം കൂടെ ചെറുതാക്കി. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്യാണ്. അപ്പം ആളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിമിൽ വെറുതെ നിൽക്കുന്ന പോസാണ്. അപ്പോൾ 1 2 3 ഓട്ടോ കീ ഫ്രെയിം ഓൺ ആക്കുക. യെസ്, ഒരു ആൾക്കാർക്ക് അത് രജിസ്റ്റർ ആവണം, നിൽക്കുകയാണെന്നുള്ളൊരു സംഭവം രജിസ്റ്റർ ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 ഫ്രെയിംസ് കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, 10 ഫ്രെയിംസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ആരോ നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണെന്നുള്ളത് നമുക്കപ്പോൾ ക്യാമറ സ്വല്പം ഒന്ന് നമുക്ക് അനക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ, ഇതാണ് നമ്മുടെ ഫൈനൽ. ഇവിടെ നിന്ന് ഇങ്ങനെ വരെയാണ്, ഹിറ്റ് ചെയ്ത് വരെയാണ്. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്നാണ് സംഭവം, 2 സെക്കൻഡിൻ്റെ അകത്ത് സംഭവം വന്ന് കൊള്ളയാണ് ഇവിടെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കീ ഫ്രെയിംസ് ഉണ്ടെങ്കിൽ അങ്ങ് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ എത്രയാണ്, 10 ഫ്രെയിം. 10 ഫ്രെയിം നിന്നിട്ട് ഒറ്റ കീ ഫ്രെയിം കൊണ്ട് ഇത് വന്ന് പെട്ടെന്ന് ഹിറ്റ് ആവുകയാണ് ഇങ്ങനെ. അപ്പോൾ ആദ്യം ഇതാണ് 10ാമത്തെ ഫ്രെയിം വരെ ഇത് ഔട്ടാണ്. ഓക്കെ, ക്യാമറയുടെ പുറത്താണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 12ാമത്തെ ഫ്രെയിം വരുമ്പോൾ ഒരു ഫ്രെയിം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഹിറ്റ് ചെയ്യും. ഓക്കെ, സ്വല്പം തിരിക്കുക. ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ അതിനനുസൃതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്യാമറ ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു പവറിൽ ഒന്ന് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം ഒന്ന് വളയുക. അതാണ് ഫസ്റ്റ് പരിപാടി. ഹിറ്റോടുകൂടി ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വല്പം ഒന്ന് വളച്ചു കൊടുക്കുക ക്യാരക്ടറിന് സ്വല്പം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോസ്. സ്വല്പം ഒന്ന് വളഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു ആർക്ക് വന്നുണ്ട്, ഇങ്ങനെ ഒരു ആർക്ക് വന്നു ഇവിടെ. അപ്പോൾ തല ഇതിങ്ങനെ സ്വല്പം നമുക്കിപ്പോൾ തല അങ്ങനെ വളയ്ക്കാനായിട്ടില്ല. അപ്പോൾ നമുക്കത് ഇങ്ങനെ ആക്കി കൊടുക്കാം സ്വല്പം. ഓക്കെ, ഇപ്പോൾ നോക്കി ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഇതിപ്പോൾ ഒരു ആർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തലയെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കാം. ആ ഒരു ഹിറ്റിൽ വന്നിട്ട് അപ്പോൾ അത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് കാല് പൊങ്ങുന്നുണ്ട്. ഓക്കെ, കാല് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുന്നുണ്ട്. അടുത്ത പോസ് എന്ന് പറയുന്നത് 1 2 3 4 5 7 8 മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത പോസ് എന്ന് പറഞ്ഞാൽ ഇതിന് മാക്സിമം ഹിറ്റ് ചെയ്തു, മാക്സിമം അങ്ങ് സ്ട്രെച്ച് ചെയ്തു. ഇവിടെ എത്തുന്ന സമയത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം അങ്ങ് സ്ട്രെച്ച് ചെയ്യുക, മാക്സിമം അങ്ങ് ഓടിക്കുക. മാക്സിമം ഒന്ന് ഫ്രണ്ടിലോട്ട് പോവുക. ഓക്കെ, മാക്സിമം ഫ്രണ്ടിലോട്ട് പോവുക. അപ്പോഴും എന്താണ് ഈ ഒരു സംഭവം, ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ് സംഭവം. ഇതിനെ ഞാൻ അടിക്കുന്നു. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, കമ്പ് അതിൻ്റെ കൂട്ടത്തിൽ പോകണം. ഓക്കെ, കമ്പ് അതേപോലെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഹിറ്റ് ചെയ്തു, ആ കമ്പ് കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അത് എത്രത്തോളമാണോ അത്രത്തോളം. എന്നാൽ ടൈമിങ്ങൊക്കെ നമുക്ക് പിന്നെ പിടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ആശാൻ കുനിഞ്ഞിരിക്കുകയാണ് അവിടെ വന്നിട്ട്. ആ ഹിറ്റിൻ്റെ ഇത് കൊണ്ടിട്ട് കുനിഞ്ഞ് താഴെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് താഴെ കുനിഞ്ഞിരിക്കേണ്ട ടൈമിങ് ഇവിടെ സെലക്ട് ചെയ്യുക, മാക്സിമം താഴോട്ടാക്കുക, ഇവിടെ നിന്ന് താഴോട്ടാക്കുക. ഈ പോൾ വെക്ടറിനെ സ്വല്പം ഫ്രണ്ടിലോട്ടാക്കുക, ആ പോൾ വെക്ടറിനെ സെലക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കുക. അപ്പോൾ പോൾ വെക്ടറിന് ശ്രദ്ധിക്കണം, ആദ്യമേ ഒരു കീ ഫ്രെയിം ഇട്ടിട്ട് മൂവ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ തൊട്ടാണ് നമ്മൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ഇട്ടോളുക. ഇവിടെ എത്തുന്ന സമയത്ത് ഒരു കീ ഫ്രെയിം ഇടുക. അത് കഴിഞ്ഞിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വല്പം ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിനെ പിടിക്കുക, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ചു വന്നു, ഇത് റൊട്ടേഷൻ തിരിച്ചു വന്നു. ഇനിയിപ്പം ആൾ തറയിലിരിക്കുന്ന ഒരു ഫീലാണ് കൊടുക്കേണ്ടത്. സ്വല്പം തിരിക്കുക,
ആൾ മുട്ട് കുത്തിയിട്ട് തറയിരിക്കുന്ന ഒരു ഫീൽ. അപ്പോൾ നമ്മളെ ക്യാരക്ടറിന് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നമുക്കിതാ കാൽ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് പോകുന്ന ഒരു ഫീൽ കൊണ്ടുവരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കാൽ എവിടെയാണ് ഇരിക്കുന്നത്, കാലിനും തൊട്ട് മുമ്പിൽ 2 കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. സെലക്ട് ചെയ്യുക, ഒരു കീ ഫ്രെയിം ഇടുക. അത് കഴിഞ്ഞിട്ട് ഇവ ഹിറ്റ് ചെയ്തുമ്പോൾ സമയത്താണ്, ഇവ താഴെ വീഴുന്ന സമയത്തിന് ശേഷമാണ് നമ്മുടെ അവൻ്റെ കാല് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ സെലക്ട് ചെയ്യുക. അനാവശ്യ കീ ഫ്രെയിംസ് വീഴുന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കാല് ശ്രദ്ധിക്കുക. 2 കാലും 34. ഇവിടുന്ന് ഇങ്ങനെ 34 കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാലിനെ സ്വല്പം അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നാലും മുട്ട് കുത്താൻ പറ്റുള്ളൂ. സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, കാലിനെ വലിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക, മുകളിലോട്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കാലിൻ്റെ റൊട്ടേഷൻ ശ്രദ്ധിക്കുക. തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇത് കണ്ടോ, തിരിഞ്ഞ് അങ്ങോട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. സെലക്ട് ചെയ്യുന്നു, ഈ കാലിന് നമ്മൾ മാക്സിമം അങ്ങോട്ടാക്കി കൊടുക്കുക. തറയിൽ കാല് ഹിറ്റ് ചെയ്തിരിക്കുക, നല്ലോണം ഡ്രാഗ് ചെയ്തിട്ട് കാല് മാക്സിമം തറയിൽ ഹിറ്റ് ചെയ്തിരിക്കുക. റൊട്ടേറ്റ് ചെയ്യുക, മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക. കാല് തറയിൽ വന്ന് ഇരിക്കുന്ന ഒരു ഫീൽ. ഇതും അതുപോലെ തന്നെ കാല് മാക്സിമം തറയിൽ വന്ന് ഇരിക്കുന്ന ഒരു ഫീൽ കൊടുക്കുക. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതാ ഇനി എന്ത് ചെയ്യുക, ഇത് ഹിറ്റ് ചെയ്ത് താഴെ വന്നിരിക്കുന്നു, മുട്ട അവിടെ വന്ന് ഇടിച്ചിരിക്കുന്നു, കണ്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ സ്വല്പം ഫ്രണ്ടിലോട്ടാണ്, പക്ഷേ ഇതിന് നോക്കിയേ, ഇത് നല്ലോണം ബാക്കിലോട്ടാണ്, ഇങ്ങനെ ബാക്കിലോട്ട് സ്വല്പം കൂടെ പിടിച്ച് ബാക്കിലോട്ട്. സോ പോസിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ പിടിച്ചിട്ട് അവൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുക, കാരണം ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ മൂവ്മെൻറ്റ് മാറാൻ പാടില്ല. ഇതിനെ കോപ്പി ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അവിടെ വയ്ക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പോകണം അല്ലേ. ഏതാണ് അതിൻ്റെ കൂട്ടത്തിൽ, അത് മൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിനെ മൂവ് ചെയ്യിക്കാനുണ്ട്. അതിപ്പോൾ തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ, അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ പോസ് മാത്രം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. കാല് ഇങ്ങനായി, ഇതിന് ശേഷം ഇതാ അവിടെ നിന്ന് മറിഞ്ഞ് താഴോട്ട് വീഴും. ഓക്കെ, മറിഞ്ഞ് താഴോട്ട് വീഴുന്നു, അവിടെ നിന്ന് മറിഞ്ഞ് ഇതാ താഴോട്ട് വീഴുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്യുക, ഇവിടെ ഇടുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, സ്വല്പം പിടിക്കുക, ഈ ഒരു ഏരിയ മാത്രം പിടിക്കുന്നു. ഓക്കെ, ഇത് ടൈമിങ് പഠിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസാണിത്. പക്കായിട്ട് നമുക്ക് ടൈമിങ് അറിയാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് താഴെ ഇങ്ങനെ വിടുന്ന് കിടക്കേണ്ടത് ഫുള്ളി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാലും സ്ട്രൈറ്റ്, തലയും സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. സെലക്ട് ചെയ്യുക, കാല് വേണമെങ്കിൽ സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ഈ കാല് സ്വല്പം അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഒന്ന് സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ട് താഴെ വന്ന് വീഴുന്നൊരു ഫീലിൽ കറക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, പെർഫെക്റ്റായിട്ട് വീഴുന്നൊരു ഫീല് കൊടുക്കുക. മൊത്തത്തിൽ വീഴുന്ന് കിടക്കുകയാണ്, തല ഇങ്ങനെ വന്ന് കിടക്കുകയാണ് സംഭവം. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് വന്ന് കൊണ്ടു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബേസിക് എന്താണ് പോസിങ് മാത്രമേ ആയിട്ടുള്ളൂ, ബേസ് പോസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് സേവ് ചെയ്യാം, കൺട്രോൾ എസ്. ഓക്കെ, ഇപ്പോൾ ബ്ലോക്കിംഗ് ആയിട്ടുണ്ട്, പക്ക ബ്ലോക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഹിറ്റ് ചെയ്തു, ആൾ വീണു, ഫൈൻ. നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെയിൻ സംഭവം നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് എന്താണ്, ഇത്രയും കീ ഫ്രെയിംസ്, ആദ്യത്തെ ഒരു 10 ഫ്രെയിമിൽ ഒരു ചെറിയൊരു മൂവി ഹോൾഡ് കൊടുക്കണം. സോ സ്വല്പം നമ്മൾ ഇതിനൊന്ന് ബാക്കിലോട്ട് നീക്കി കൊടുക്കുക. അപ്പോൾ അത് ലൈവ് ആണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ലൈവ് ആണെന്ന്, ക്യാരക്ടർ ലൈവ് ആണെന്നുള്ളത്, ക്യാരക്ടർ ലൈവ് ആണെന്നുള്ളൊരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് ഹിറ്റ് ചെയ്യുക. ഹിറ്റ് ചെയ്തിട്ടേ കണ്ടോ, ഇതിപ്പോൾ ആദ്യമേ എടുക്കുന്നുണ്ട്, ഹിറ്റ് ചെയ്തിട്ടേ ആ ഒരു സംഭവം വരാൻ പാടുള്ളൂ. കണ്ടോ, ഇത് ആദ്യമേ എടുക്കുകയാണ്. ഫസ്റ്റ് ഹിറ്റ് ചെയ്യുക, അപ്പോൾ ഹിറ്റ് നമ്മൾ ആദ്യമേ കൊടുക്കുക, 1 അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കുക. ഇത് ഹിറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇവ ഇങ്ങനെ ആക്കുന്ന എത്രാമത്തെ ഫ്രെയിമിലാണ് നോക്കിയേ, 11. അപ്പോൾ നമ്മൾ അതിന് മുമ്പിൽ കൊണ്ടുവരണം, 10 കൊണ്ടുവരണം. അപ്പോൾ നോക്കിയേ, ഹിറ്റിന് ശേഷം അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ സെലക്ട് ചെയ്ത് സ്വല്പം ഇങ്ങോട്ട് വെച്ച്, ഇതിനെ സെലക്ട് ചെയ്ത് ഒന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ടക്ക്, ഹിറ്റിന് ശേഷം. ഓക്കെ, അപ്പോൾ ഹിറ്റ് ചെയ്തിട്ട് അത് അതിൽ തന്നെ ഇരുന്നു, അതിനുശേഷം ആൾ താഴേക്ക് വരുന്നു. ഇപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബാക്കി എല്ലാ ടൈമിലും അത് ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. ഏതാണ് ആ ഒരു ഇത് അവിടെ തന്നെ ഇരിക്കുന്നു. അതേപോലെ അത് അവൻ വീഴുമ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ അനിമേറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അത് അതേ പൊസിഷനിൽ തന്നെ, അത് കറക്റ്റായിട്ട് പൊസിഷൻ നോക്കി വെക്കണം. ഇതിൻ്റെ താഴെയാണ്, ഈ കൺട്രോളിൻ്റെ താഴെ. ഓക്കെ, കൺട്രോളിൻ്റെ താഴെ ഇവിടെ നിന്ന് കൺട്രോളിൻ്റെ താഴെ.
അത് അതിൻ്റെ സ്പോട്ട് മാറാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റിലും അത് തന്നെയാണ്. ഇതാ അങ്ങനെ വെച്ചു കൊടുത്തു, ലാസ്റ്റ് വീഴുന്നു. അപ്പോൾ വീഴുമ്പോൾ ഇതിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഴുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് വരുന്നതെന്നുള്ള കാര്യം നോക്കി കഴിഞ്ഞാൽ വീഴുമ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് കുത്തിയാണ് വീഴുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അനിമേഷൻ വേണം. അത് കുത്തിയാണ് വീഴുന്നത്. അപ്പോൾ ഇവ ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തുന്ന സമയത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുക ഇങ്ങോട്ട് മുകളിലോട്ട്. ഇങ്ങനെ വയ്ക്കുക പ്രോപ്പറായിട്ട്. അത് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയ മാത്രം കുത്തുന്ന ഏരിയ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഏത് ഏരിയയിൽ നിന്നാണ് അത് കുത്തുന്നതെന്നുള്ള കാര്യം. ഓക്കെ, അതിനെ മൂവ് ചെയ്യുന്നു. ഒരു ഏരിയ സ്വല്പം മുകളിലോട്ടാക്കി കൊടുക്കുക, സ്വല്പം കൂടെ മുകളിലോട്ടാക്കുക. ഓക്കെ, അപ്പോൾ അതിലൊന്ന് കുത്തി അങ്ങ് വീഴുകയാണ് സംഭവം. ഇതാ, അപ്പോൾ അത് മൂവൊന്നും ചെയ്യാൻ പാടില്ല. അത് എക്സാക്റ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കണം സംഭവം. മൂവൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് കുറേ ടൈം എടുത്തിട്ട് ഇത് താഴേക്ക് വീഴുകയാണ്. ഇതിങ്ങനെ താഴേക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇത് വീഴുന്ന സമയത്ത് ഇവിടെ ഇത്രയും സമയം എടുത്തു ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട്, കണ്ടോ, ഇത്രയും സമയം ഇങ്ങനെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വീഴുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയക്കകത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ച് കൊടുക്കുക. ഈ കൺട്രോളിനെ എടുത്തിട്ട് സ്വല്പം ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിവിടെ നിന്ന് ഇങ്ങനെ വന്നു. അതിനുശേഷം ഈ വീഴുന്ന ഏരിയ ഉണ്ടല്ലോ, വീഴുന്ന ഏരിയക്കകത്ത് കാല് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം കാല് എങ്ങനെയാണ് പോകണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ടൈമിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ സമയം ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വേണ്ട, ഒരുപാട് സമയം ഹിറ്റ് ചെയ്തിട്ട് കണ്ടോ, ഒരുപാട് സമയം. അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. കണ്ടോ, അപ്പോൾ ഇത് അതേ പൊസിഷനിൽ തന്നെയാണ് അതിലിങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് തന്നെ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, സ്വല്പം അത് അത്രയും മാക്സിമം ടൈമിംഗ് കൂടുതലുണ്ടെങ്കിൽ അത്രയും കാണുമ്പോൾ രസമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയും സെലക്ട് ചെയ്യുന്നു, കാലിനെയും സെലക്ട് ചെയ്യുന്നു, സ്വല്പം കൂടെ ടൈമിംഗ് കൂട്ടാം. അപ്പോൾ നമുക്ക് 45 ഫ്രെയിം അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിനെ ഒരു 80 ഫ്രെയിംസ് ആക്കാം. 80ൽ നിൽക്കും തോന്നുന്നില്ല, നമുക്ക് ആദ്യം 80 ആക്കി നോക്കാം. സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ നീക്കുക. അതാകുമ്പോൾ ആ ഹിറ്റിൻ്റെ ആ ഒരു ടൈം, ഓക്കെ, ടൈം കൂട്ടും തോറും ആ ഒരു ഫീല് കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീഴാൻ പോവുകയാണ്. വീഴുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരുപാട് ടൈം എടുത്താണ് വീഴുന്നത്, ശ്രദ്ധിച്ച് നോക്കുക. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വീഴുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, വീഴുമ്പോൾ ഒരു കാര്യം കൂടെ വീഴുമ്പോൾ ശ്രദ്ധിക്കുക. വീഴുമ്പം ടക്ക്, ആ കാല് അവിടെ തന്നെ ഇരിക്കുകയാണ്. കണ്ടോ, കാല് അവിടെ തന്നെ ഇരിക്കുകയാണ്. കണ്ടോ, അവിടെ നിന്ന് ആ ഒരു റൊട്ടേഷൻ ഇതാ, കണ്ടോ, അത് ഭയങ്കര സ്മൂത്ത് റൊട്ടേഷനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ നമ്മൾ കാല് കൂടുതൽ ശ്രദ്ധിക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കാല് മാത്രമേ, കാലിൻ്റെ ആ കൺട്രോളർ മാത്രം സെലക്ട് ചെയ്യുക. ഇതിന് സെലക്ട് ചെയ്യുക, ആ കീ ഫ്രെയിമിൽ വരിക, ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, അത് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ഡിലീറ്റ്, അതും സെലക്ട് ഡിലീറ്റ്. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. സ്വല്പം കൂടെ നീക്കി വെച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ആ ഒരു സംഭവം ഇവിടെ നിന്ന് വീഴുമ്പോഴുള്ളൊരു സംഭവം. ഇനി നമുക്ക് ഹിപ്പ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് സമയം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾഡ് നമുക്ക് കുറച്ച് നേരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഴുന്നുള്ളൊരു ഫീൽ കൊടുത്താൽ മതി ഇതിൻ്റെ. ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അപ്പോൾ ഈ ഒരു പോസും കുറച്ച് സമയം ഹോൾഡ് ചെയ്യാം. മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക ഈ രണ്ട് പോസും. 1 2 then 3 ഈ ഒരു പോസും. അത് കഴിഞ്ഞിട്ട് വീഴുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു, 3 കീ ഫ്രെയിംസ് അങ്ങോട്ട് മാറ്റുന്നു. വളരെ ശ്രദ്ധിച്ച് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ വന്നിരുന്നല്ലേ, ഈ ഒരു ഏരിയ വന്നിരുന്നു. ഫസ്റ്റ് എസ് അടിക്കുക, അതിൻ്റെ കീ ഫ്രെയിംസ് കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറേ സമയം അവിടെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അനാവശ്യമായിട്ടുള്ള മൂവ്മെൻ്റൊക്കെ അതിൽ കാണും. അത് നമ്മളിപ്പോൾ നോക്കണ്ട, നമ്മൾ ക്യാരക്ടറിൽ മാത്രം നോക്കിയാൽ മതിയാവും. ക്യാരക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം, പിന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ലെയറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെയർ ഉണ്ടല്ലോ, ഇതിൻ്റെ അത് ലെയർ ഓപ്ഷൻ ഉണ്ട്, ലെയറിൽ ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ പ്രശ്നമില്ല. നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെയറിൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ലെയർ. നമുക്ക് എന്ത് കൊടുക്കാം, വെപ്പൺ എന്ന് കൊടുക്കാം. വെപ്പൺ എന്ന് കൊടുക്കാം.
വെപ്പൺ ഇതിൽ സെലക്ട് ചെയ്യുക, ഇതിൽ സെലക്ട് ചെയ്യുക, വെപ്പണിൽ മാത്രം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ആഡ് സെലക്ഷൻ ടു ന്യൂ ലെയർ. ഓക്കെ, അപ്പോൾ ഓക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിലങ്ങ് ഓഫായി പോയിക്കോളും. ആഡ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഇനി നമുക്ക് ക്യാരക്ടറിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ലെയറിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ, ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോൾ. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക, ഹിറ്റ് ചെയ്യുന്നു, ഇതാ വീഴുന്നു, അതിനുശേഷം അവൻ മറിഞ്ഞടിച്ച് വീണ്ടും വീഴുന്നു. ഇതാ അപ്പോൾ പോസൊക്കെ സ്വല്പം മാറിയിട്ടുണ്ട്. ആ പോസിൻ്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. വീഴുമ്പോൾ ഈ കാലിനെ നമ്മൾ സ്വല്പം സ്ട്രെച്ച് ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങോട്ട് വീഴുന്നിരിക്കുന്ന ഒരു ഫീലിൽ കൊണ്ടുവരിക. ഓക്കെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്കത് ട്വീക്ക് ചെയ്ത് എടുക്കണം. ഇത്രയും കൺട്രോളറേ ഉള്ളൂ. കയ്യൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിയും എന്താണ് കൂടുതൽ നമുക്ക് ഇതായിരുന്നേനെ, TDS ആവുമായിരുന്നു സംഭവം. ഓക്കെ, അത് കാണുമ്പോൾ നമുക്ക് എന്ത് അനിമേഷൻ ഭയങ്കര ഇതായിട്ട് തോന്നും, പക്ഷെ അത്രയ്ക്ക് വർക്കുണ്ട് അതിൽ. വർക്ക് ചെയ്താലേ നമുക്ക് അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ, യെസ്, അപ്പോൾ ആദ്യം ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്തും ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ, ഇത് അനാവശ്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അതുവരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീഴുന്നുണ്ടോ, വീഴുന്ന സമയത്ത് ഒരു ഹിപ്പും കണ്ടോ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടുണ്ട് ഹിപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഴുന്ന സമയത്തുണ്ടല്ലോ, വീഴുന്ന സമയത്ത് നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ സമയത്ത് അതിനെ നമുക്കൊന്ന് സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. അത്രയും ടൈം ആണെങ്കിൽ മൊത്തത്തിൽ അത്രയും ടൈം കൊടുക്കണം. ഈ കാലും അതിനനുസൃതമായിട്ട് തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതും സെലക്ട് ചെയ്യുക, അതായത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്ത് കൊടുക്കാം. ഇവൻ വീഴുമ്പോൾ തന്നെ ആ കാലങ്ങോട്ട് പോകണം, ആ കാല് മാത്രം സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് പാർട്ടും എന്താണ് ഡിഫറെൻറ്റ് ടൈമിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഓവർലാപ്പിംഗ് കൂടെ വേണം. അത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യുക, അങ്ങനെ ഓവർലാപ്പിംഗ് കൂടെ വേണം. അത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മോഷൻ കൂടെ അതിൻ്റെ അകത്ത് കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഫീലില്ല. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്വല്പം ഒന്ന് മുകളിലോട്ടായി കൊടുക്കുക. ഇങ്ങനെ ഒരു ആർക്കും കൂടെ കിട്ടും ആ ഒരു ഏരിയക്കകത്ത്. ഇവിടുന്ന് ഓക്കെ, ഇതുവരെയുള്ള പോസ് കുഴപ്പമില്ല. ഇതും സെലക്ട് ചെയ്ത് ഇതും സെലക്ട് ചെയ്ത് ഇതും സെലക്ട് ചെയ്ത് ഇവിടെ വരെയുള്ള പോസ് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇനി ഇത്രയാണ്, അത് നമ്മൾ തൽക്കാലം അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇതുവരെ ഓക്കെ, ഇതുവരെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു സംഭവം കൂടെ കൊടുക്കണം, ഒരു കീ ഫ്രെയിമും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഫീല് കൊടുക്കണം, ഇവിടെ ഒന്ന് വീഴുന്നു എന്നുള്ളൊരു ഫീല്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്കൊന്ന് വീഴാതെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് അവിടെ നിന്നൊരു ചെറിയ മൂവ്മെൻറ്റ് ബാക്കിലോട്ട്, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട്. ഒരുപാട് വേണ്ട, വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് അടിച്ചു കൊടുക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ആ പ്ലേ ബ്ലാസ്റ്റ് കുറച്ചും കൂടെ നമുക്ക് എന്താണ് വലുതാക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ നമുക്കൊരു 200 ആക്കി കൊടുക്കാം, പക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ക്രിയേറ്റ്. ഓക്കെ, സംഭവം എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണം. ഇനി വർക്ക് ചെയ്തെടുക്കാനുള്ളതാണ് സംഭവം. ഓക്കെ, ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വീഴുന്നൊരു ടൈമിങ്. ഓക്കെ, ഇവിടെ നിന്ന് വീഴുന്നൊരു ടൈമിങ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ബോട്ടത്തിലോട്ട് വീഴുമല്ലോ, വീഴുന്ന കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും കീ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഇത്രയും കീ ഫ്രെയിംസിനെ മൂവ് ചെയ്ത് ബാക്കിലോട്ട് മാറ്റാം. ഈ വീഴുന്നിട്ട് ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു മൂവ്മെൻറ്റ്, അതാണ് നമുക്ക് ഇനി വേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യുക, ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് സ്പീഡായിട്ടുള്ളതാണ്. അവിടെ കുറച്ച് സമയം പിടിച്ചിരിക്കണം. ഇത് ഇവിടെ നിന്ന് വീഴുന്ന സമയത്ത് ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വീഴുന്ന സമയത്ത് അതിനാണ് ഞാൻ കൂടുതൽ കീ ഫ്രെയിംസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഴുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ബാക്കിലോട്ട് പോവുക. ഈ ഒരു കീ ഫ്രെയിം സ്വല്പം ഒന്ന് ബാക്കിലോട്ട് പോവുക, സ്വല്പം ഒന്ന് ബാക്കിലോട്ട്. ആ ഹിറ്റ് കാരണമോ. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്നു, വീണ്ടും ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും. അപ്പോൾ അത് സ്വല്പം കൂടെ ബാക്കിലോട്ട് പോകുന്ന ഒരു ഫീല്, സ്വല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് പോവുക, എന്നാലേ ഒരു ഫീൽ കിട്ടും. ഇതിനെ സെലക്ട് ചെയ്യുക, ഇത് മാത്രം സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് വയ്ക്കുക, സ്വല്പം ബാക്കിലോട്ട് പോവുക, സ്വല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്ത് പിടിച്ചു കൊടുക്കും. അതാകുമ്പോൾ ആ ഒരു ഫീൽ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഒരുപാട് പോണ്ട, വളരെ മൈന്യൂട്ടായിട്ട് സ്വല്പം, അതായത് നമ്മൾ ആ ഒരു മൂവിങ് ഹോൾഡ് മാത്രം ഇങ്ങനെ
വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം റൊട്ടേറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇതനുസൃതമായിട്ട് സ്വല്പം റൊട്ടേറ്റ് ചെയ്യുക. അവിടെ നിന്ന് വന്ന് വീണ്ടും സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇനി ആ ഒരു മൂവ്മെൻറ്റ് നമുക്കൊന്ന് ഇതിൽ പ്ലേ ബ്ലാസ്റ്റിൽ നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ആ ഒരു മൂവിങ് ഹോൾഡും കൂടെ വന്നപ്പോൾ ആ ഒരു ഫീൽ കൂടുതൽ കിട്ടി. അപ്പോൾ ആ മൂവിങ് ഹോൾഡ് സ്വല്പം കൂടെ മീൻസ് ടൈമിങ് നമുക്ക് കുറച്ചും കൂടെ കൂട്ടാനുണ്ട്, എന്നാലേ ആ ഒരു ഫീൽ വരുള്ളൂ. സോ ഞാനൊരു 120 വന്നു. അപ്പോൾ ടൈം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോവുക. ഒറ്റയടിക്ക് ടൈം കൂട്ടരുത്. നമ്മുടെ അനിമേഷന് എന്താണ് വേണ്ട ടൈമിങ്, ആവശ്യത്തിന് വേണ്ട ടൈമിങ്ങും അതനുസരിതമായിട്ട് മാത്രമേ നമ്മൾ കൂട്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും സമയം കൂടുതൽ കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവൻ ടൈം എടുത്തു. വീണ്ടും ഇത്രയും സമയം, വീണ്ടും ഇത്രയും ടൈം എടുത്തിട്ട് അതിനുശേഷം മാത്രം ഇവിടെ നിന്ന് വീഴുന്നു. കണ്ടോ? ഓക്കെ, വീഴുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ ടൈം കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കുറേ ടൈം ഉള്ള അനിമേഷനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ കാല് നോക്കി, രണ്ട് കാല് രണ്ട് ടൈമിലാണ് പോകുന്നത്. അത് മറിച്ച് രണ്ട് കാല് നമുക്ക് ഒരേ ടൈമിൽ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് കണ്ടോ, ഇത് നല്ല സ്പീഡിൽ പോകുന്നു, ഇത് ടൈം എടുത്ത് പോകുന്നു. ഇത് 180 പോകുന്നു. ഇതപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് 80 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫോളോ ചെയ്ത് പോണതിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അനിമേഷൻ്റെ അകത്ത് ഇത് കണ്ടോ, ഹിറ്റ് ചെയ്തിട്ട് താഴെ വീഴുമ്പോൾ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് വീഴുമ്പോൾ എൻ്റെ കാല് നല്ലോണം ടോപ്പിലോട്ട് പോകണം. ഫുള്ളായിട്ട് താഴെ വരുന്ന സമയത്ത് നോക്കിക്കോണേ, ഇവ ഫുള്ളായിട്ട് താഴെ വരുന്ന സമയത്ത് എൻ്റെ കാല് രണ്ടും മുകളിലോട്ട് പോവുക. ഫൈൻ. ഈ രണ്ട് കാലും താഴേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കൊരു കോപ്പി എടുത്ത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇവൻ്റെ കാല് നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. സ്വല്പം ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് അതും അത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണമെന്നില്ല. സ്വല്പം ഇങ്ങനെ വെച്ചിട്ട് പോൾ വെക്ടറൊക്കെ പിടിച്ച് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പക്കായിട്ട് പോൾ വെക്ടർ ഇരിക്കണം അതിൻ്റെ ഫ്രണ്ടിൽ. ഈ ഏരിയയ്ക്കും പക്കായിട്ട് പോൾ വെക്ടർ ഇരിക്കണം. അതുപോലെ തന്നെ റൊട്ടേഷൻ കണ്ടല്ലോ, റൊട്ടേഷൻ നമുക്ക് ഈ ഒരു റൊട്ടേഷനും കൂടെ നമുക്കൊന്ന് കുറച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കാലിൻ്റെ റൊട്ടേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് പോവും. അതിന് കാരണം മിക്കവാറും ഇതിൻ്റെ അകത്ത് വാല്യൂസ് എല്ലാം കിടപ്പുണ്ടായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ വാല്യൂസ് ഇല്ല, അപ്പോൾ പോൾ വെക്ടറിൻ്റെ പ്രശ്നമാണ്. വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പോൾ വെക്ടറാണ്. അപ്പോൾ പോൾ വെക്ടറിൻ്റെ കണ്ടോ, പിടിച്ച് നേരെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാല് കറക്റ്റ് ആയിക്കോളും. ഇവിടെയും അതേപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. സ്വല്പം കൂടെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 പോസ് വന്നു. ഉണ്ടോ, 2 പോസായി. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് റിമൂവ് ചെയ്തോളേ. നമ്മൾ നേരെ വെച്ചതിനങ്ങ് വെച്ചിട്ട് മറ്റേ അങ്ങ് റിമൂവ് ചെയ്തോളേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ, ഈ 2 സെലക്ട് ചെയ്യുന്നു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടോ, ഇത് നല്ലവണ്ണം ടോപ്പിലാവണം. ഇവിടെ നിന്ന് ഇങ്ങനെ വീണു. ഇത് കുറച്ചും കൂടെ ഒരു വെയിറ്റ് വേണം കാലിന് വെച്ചിട്ട് നമുക്ക് സ്വല്പം ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ആയി കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു വീണു. ഓക്കെ, വീടുമ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഉണ്ടോ, സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ പക്ക സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കണം. നേരത്തെ അതേ പോസ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് പോയി. ഉണ്ടോ, ഇപ്പം പോൾ വെക്ടറൊക്കെ സ്വല്പം ഒന്ന് മിസ്സിങ് ആണ്. സ്വല്പം സെലക്ട് ചെയ്തിട്ട് കാല് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. തറയിൽ എന്താണ് മീൻസ് അത് ടച്ച് ചെയ്യണം താഴെ. ഓക്കെ, നമുക്ക് ആ പെനിട്രേഷനൊക്കെ പിന്നെ നോക്കാം. ഇവിടെ ഇങ്ങനെ എടുത്തു ആണെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് പിടിച്ച് മുകളിലോട്ടായി കൊടുക്കാം. ഡൗൺ അപ്പ് പിന്നെ ഡൗൺ, ആ ഒരു ഫീൽ കൊടുക്കുക പ്രോപ്പറായിട്ട്. പോൾ വെക്ടറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. ഒന്നുണ്ടോ, പോൾ വെക്ടർ തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. പോൾ വെക്ടറിനെ ആദ്യം നമ്മൾ കറക്റ്റ് കണ്ട അടിക്കുന്നുണ്ട്. പോൾ വെക്ടർ ടക്ക് ടക്ക് ടക്ക്. പോൾ വെക്ടറിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. പോൾ വെക്ടറിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ എങ്ങനെയാണെന്നും കൂടെ നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതും സ്വല്പം ഒന്ന് പൊങ്ങണം. ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോഴേ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ഇത് ഇടിച്ചു. അപ്പോൾ പൊങ്ങുമ്പോൾ ഇതും സ്വല്പം വളരെ മൈന്യൂട്ടായിട്ടൊന്ന് പൊങ്ങി വീണ്ടും ഒന്ന് താന്നു.
ഇങ്ങനെ. ഇനി നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 100% ആയിട്ടില്ല, ഏകദേശമേ ആയിട്ടുള്ളൂ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഏകദേശം റഫ് മാത്രം. ടൈമിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫൈനായിട്ട് റീട്യൂൺ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇവൻ വീഴുന്നതൊക്കെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അവൻ വീഴുന്നുണ്ട്. അവിടെ ഒരു ആൻറ്റിസിപ്പേഷൻ ഒന്നുമില്ല, നോക്കിയേ. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് വീഴുകയാണ്, കണ്ട. അപ്പോൾ നമുക്കിത് ഇവിടെ സ്വല്പം ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വീഴാതെ എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക, സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കുക. അതാകുമ്പോൾ ആ വീഴ്ചയ്ക്ക് ഒരു പവർ കിട്ടും. കണ്ടോ, ഈ ഒരു വീഴ്ചയ്ക്ക് ഒരു പവർ കിട്ടും. നമുക്ക് സ്വല്പം ഈ ഒരു ആൻറ്റിസിപ്പേഷനും കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഴ്ചയ്ക്ക് ഒരു കണ്ടോ, സ്വല്പം കൂടെ അങ്ങോട്ട് തിരിക്കുക. ഉണ്ടോ, ഇവിടെ ഹിറ്റ് ചെയ്തു. ആ ഒരു വീഴ്ചയ്ക്കുള്ള ഒരു പവർ ഇവിടെയും വേണമെങ്കിൽ അങ്ങോട്ട് തിരിക്കാം. നമ്മൾ വാക്കിൽ ചെയ്ത് അതേ പരിപാടി നമുക്ക് ഇതിൽ ചെയ്യാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു പവർ ഫീൽ ചെയ്യും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേഷൻ എല്ലാത്തിനും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ആരെയും കൂടെ വരുമ്പോഴേ കറക്റ്റ് പക്ക ഫീൽ അറിയാൻ പറ്റുള്ളൂ. ഉണ്ടോ, അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഫീൽ വന്നു. ഇനി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, സ്വല്പം കൂടെ ഒന്ന് മുകളിലോട്ടായി കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ആ വീഴ്ചയ്ക്ക് കുറച്ചും കൂടെ ഒരു പവർ കിട്ടും. കണ്ടോ, സ്വല്പം കൂടെ മുകളിലാക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതിലും ഇനി ആ വീഴ്ച ഉണ്ടല്ലോ, അവിടെ നിന്ന് ഹിറ്റ് ചെയ്യുമല്ലോ. ഹിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫ് എടുക്കാം. അനിമേഷൻ ഏതാണ്, ഗ്രാഫ് എഡിറ്റർ കർവ് എഡിറ്റർ എടുക്കുക. ഗ്രാഫ് എഡിറ്ററിൻ്റെ അകത്ത് കർവ് എഡിറ്റർ എടുക്കുക. ഇവൻ വീഴുന്ന ഏരിയ ഏതാണെന്ന് നോക്കുക. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് വീഴുന്നത് ഹിറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് നോക്കുക. അതിന് സ്വല്പം ഒന്ന് വലുതാക്കുക. നമുക്ക് ഏതാണ് ആ ഒരു പൊസിഷൻ, ഇവൻ വീഴുന്നതിൻ്റെ പൊസിഷൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ്. കണ്ട, ഈ റൊട്ടേഷൻ, എക്സ് റൊട്ടേഷൻ, അതുപോലെ തന്നെ വൈ റൊട്ടേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ വൈ റൊട്ടേഷനിൽ പിടിച്ച് നീക്കാം. അതങ്ങനെയല്ല. അപ്പോൾ നമുക്ക് എക്സ് തന്നെയാണ് നമ്മുടെ മെയിൻ റൊട്ടേഷൻ. ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മളിതാ ഇവിടെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വലുതാക്കാം. കണ്ടോ, വലുതായല്ലോ. ഇത് ഇവിടെ സെലക്ട് ചെയ്ത് വലുതാക്കാം. ഇതിന് സെലക്ട് ചെയ്യുക. നമുക്കിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ബ്രേക്ക് ടാൻജൻറ്റ് കൊടുക്കുക. ഏതാണ് ബ്രേക്ക് ടാൻജൻറ്റ്. അതാകുമ്പോൾ നമുക്കിതിനെ ഈ ഒരു ടാൻജൻറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ അതിനൊന്ന് സെലക്ട് ചെയ്തോട്ടെ. ഇതാണ്, കണ്ടോ. അപ്പോൾ നമുക്ക് ഏത് കൊടുക്കാം, ലീനിയർ ടാൻജൻറ്റ്. സെലക്ട് ചെയ്തപ്പോൾ ലീനിയർ ആക്കി കൊടുക്കുക ഇതിനെ മാത്രം. അത് കറക്റ്റ് അതിൽ കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്താക്കുക, ലീനിയർ ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടും ലീനിയർ ആവുന്ന സമയത്ത്. മനസ്സിലായോ, ലീനിയർ ടാൻജൻറ്റ്. ഇതാ, ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു പവർ കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് വീഴുന്നിട്ട് ഈ ഒരു ഏരിയക്കകത്ത് വന്ന് വീഴുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കാലിൻ്റെ ആർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്വല്പം കൂടെ ബാക്കിലായി കൊടുക്കുക ഈ ആർക്ക്. ഓക്കെ, ഇങ്ങനെ ബാക്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആർക്കാക്കി കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഹിറ്റ് ചെയ്തു. അത് കഴിയുമ്പോഴും കാല് സ്വല്പം ഒന്ന് ബാക്കിലോട്ട്. അപ്പോൾ കാലിൽ പക്കാ മൂവ്മെൻറ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, വീണു, അവിടെ നിന്ന് പൊങ്ങി താഴോട്ട് വീണു. ഇനി ഒന്നുകൂടെ പ്ലേ ബ്ലാസ്റ്റ് അടിക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ വീഴുമ്പോഴേ ഇവിടെ വന്ന് വീഴുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കൊടുക്കാം. ഇവിടെ ഒന്ന് വീഴുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വീഴുമല്ലോ ഇവിടെ. അപ്പോൾ ഒന്ന് ഡൗൺ ആക്കുക. ആദ്യം ഡൗൺ, ദെൻ അപ്പ്, സ്വല്പം ഒന്ന് അപ്പ് ചെയ്യുക. അപ്പ് ഡൗൺ, ഈ ഒരു സംഭവം. ദെൻ ഡൗൺ. അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ വരും. ഡൗൺ. ഓക്കെ, അതിന് സ്വല്പം പിടിച്ചിട്ട് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് വരില്ല ഇവിടെ നിന്ന്. ഓക്കെ, ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം.
ആ ഒരു അടി ജമ്പായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാഫിൽ പോയിട്ട് നമുക്കതിനെ കുറയ്ക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഗ്രാഫ് എടുക്കുക. വളരെ ഇതാണ്ടോ ഗ്രാഫിൽ ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരും എന്താണ് നമ്മളെ മൂവ്മെൻറ്റ് എന്ന്. ഓക്കെ, ഉണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറയ്ക്കാം. സെലക്ട് ചെയ്യുക, ജസ്റ്റ് നമുക്ക് സൂം ചെയ്യാം. അതിൻ്റെ അകത്ത് സൂം ടൂളുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാം. കണ്ടോ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അത് മാറും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ സ്വല്പം ചെറുതാക്കി കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഇത് മാറും. ഇവിടെ സെലക്ട് ചെയ്യുക, അതിൻ്റെ സ്വല്പം കൂടെ ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻ്റ് ആവും. പക്ഷേ അതിനകത്ത് ഉണ്ട്, അതാണ്ടോ ചെറിയൊരു ചാട്ടമുണ്ട്. അവിടെ നിന്ന് തിരിച്ചു പോണ സമയത്ത് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ കുറച്ചും കൂടെ കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ അപ്പ് വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ അപ്പിനെ പിടിച്ചിട്ടങ്ങ് താഴെ ആക്കി കൊടുക്കുക. രണ്ടിനെ സെലക്ട് ചെയ്ത് താഴ്ത്തി കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് താഴെയാവും. കണ്ടോ, ഇതാണോ. ഓക്കെ, പകരം ചെറിയൊരു ബാക്കിലോട്ടുള്ളൊരു ആൻറ്റിസിപ്പേഷനാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പക്കായിട്ടുണ്ട്, കറക്റ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ വെയിറ്റും കാര്യങ്ങളോടെ നമുക്ക് ഇനി റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഇത് വീഴുന്ന സമയത്ത് ഓക്കെ ഹിറ്റ് ചെയ്ത് അവിടെ നിന്ന് വീഴുന്ന സമയത്ത് ഇതുണ്ടല്ലോ, ഈ ചാടി ഒന്ന് വീഴുന്നുണ്ടല്ലോ, ഈ ചാടി വീഴുന്ന ഒരു ഐറ്റം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ്ടോ, അതിൻ്റെ ടൈമിങ് നമ്മൾ കുറച്ചും കൂടെ കൂട്ടുക. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ടപ്പ് ഈ വീഴുന്ന സമയം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, അതിൻ്റെ സ്വല്പം കൂട്ടി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പോൾ ഓരോ ഫൈൻ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻ ട്യൂൺ ചെയ്യുക. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ ടൈമിംഗ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ കാലിൻ്റെ ടൈമിംഗ് ആണ് മാറിയിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇത്രയും ഇങ്ങനെ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇത്രയും ടൈമിംഗ് കൂട്ടിയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ കുറയ്ക്കുകയും ചെയ്യാം. ഞാനത് ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ആ ഇത്രയും ടൈമിംഗ് കൂട്ടിയത്. ഇനി കാല് രണ്ടും സെലക്ട് ചെയ്യുന്നു. കാലിൻ്റെ മൂവ്മെൻറ്റ് ഒരുപാട് സ്ലോ ആയി പോയതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാല് രണ്ടും ബാക്കിലോട്ട്, ഇവിടെ എത്തുമ്പോൾ താഴോട്ട് വരിക, കാലിങ്ങനെ താഴോട്ട് വരുന്നു. ഇനി മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല, താഴെ കൊണ്ട് ഹിറ്റ് ചെയ്ത് നിർത്തുക. ഇവിടെ ഡ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പം നോക്കിയോ, ഇത് അനാവശ്യമായിട്ട് പൊങ്ങുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, ഗ്രാഫ് എടുക്കുക. ഗ്രാഫിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള അപ്പും ഡൗണും കാണും. ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ അനാവശ്യമായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ കാണും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ വരും. എവിടെയാണ് അനാവശ്യമായിട്ടുള്ള അപ്പും ഡൗണും ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കാലിൻ്റെ മൂവ്മെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ സെലക്ട് ചെയ്യുക, സൂം ചെയ്ത് നോക്കുക. ഏതാണ് അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് നമ്മൾ കുറച്ച് കൊടുക്കുക. റൊട്ടേഷൻ ആണോ അതേ ട്രാൻസ്ലേഷൻ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ ഈ കാല് കണ്ടോ, ഈ കാലാണ് ഈ കാല്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ അനാവശ്യമായിട്ടുള്ള അപ്പ് കിടപ്പുണ്ട്. സെലക്ട് ചെയ്യുക, ഇത് മാറ്റുക. ഈ അപ്പിനെ ഞാൻ സ്വല്പം പിടിച്ച് ഡൗൺ ആക്കി കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അത് താഴെയായി. വീണ്ടും അത് സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, സ്വല്പം ഒരു മൂവ്മെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക, സ്വല്പം അങ്ങ് താഴേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് വളരെ ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരേണ്ടത്. അതേപോലെ ഇതുണ്ടല്ലോ, ഈ മൂവ്മെൻറ്റിനെ നമ്മൾ ലീനിയർ ആക്കി കൊടുക്കുക. ഈ കാലിൻ്റെ എല്ലാ ഹിറ്റും നമ്മൾ എന്ത് ചെയ്യുക, ലീനിയർ ആക്കി കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കും. സ്പ്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാസ്റ്റ് ഉണ്ട്, സ്ലോ ഉണ്ട്. അങ്ങനെ പല മൂവ്മെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒന്നുകിൽ ബ്രേക്ക് ടാൻജൻറ്റ് കൊടുക്കുക. ബ്രേക്ക് ടാൻജൻറ്റ് കൊടുത്ത് നമുക്ക് ഉപയോഗമാണ് സംഭവം. കുറച്ചുകൂടെ വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ബ്രേക്ക് ടാൻജൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ ഒടിച്ചു കൊടുക്കാം. കണ്ടോ, ഓക്കെ. അതുപോലെ തന്നെ കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് ബ്രേക്ക് ടാൻജൻറ്റ് ആണെങ്കിലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിന് സെലക്ട് ചെയ്യുക. അതായത് ഇതാണ് ബ്രേക്ക് ടാൻജൻറ്റ്. കണ്ടോ, സെലക്ട് ചെയ്ത് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് കാലിൻ്റെയും മൂവ്മെൻറ്റ് വ്യത്യാസം അറിയാം. ഞാൻ ഇതാണ് ഇപ്പോൾ ഒടിച്ചു കൊടുത്തത്, ശ്രദ്ധിച്ചോളണം. അങ്ങനെ ആ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഞാൻ വീണ്ടും ഗ്രാഫിലോട്ട് വന്നു, ഗ്രാഫ് എഡിറ്ററിൽ വന്നു. ഗ്രാഫ് ഇതാ, ഇതിന് ഞാൻ സ്വല്പം പിടിച്ച് മുകളിലോട്ടായി കൊടുത്തു. ഇതിനെ ഓരോന്നിൽ പോവുക കേട്ടോ, അതേ കർവിൽ പോവുക. കർവ് സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ നീക്കുക. ഓക്കെ, ഇതിന് സെലക്ട് ചെയ്യുക. ഏതാണ് ബ്രേക്ക് ടാൻജൻറ്റ്. ടാൻജൻറ്റിന് ബ്രേക്ക് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട്
മുകളിലോട്ടാക്കുക. അപ്പോൾ ബ്രേക്കായി, ആ ഒരു ഫീല് കൂടുതൽ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്യുക. അത് നമുക്ക് അനിമേഷൻ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണെന്ന്. സെലക്ട് ചെയ്യുക, ബ്രേക്ക് ടാൻജൻറ്റ്, ഇവിടെ സെലക്ട് ചെയ്ത് ടാൻജൻറ്റിനെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടും, ആ ഒരു ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പവർ കിട്ടും. ഇനി നമുക്ക് കാല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് മനസ്സിലാവും എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത്. കാലിൽ അവസാനത്തിൽ ആ ഒരു പവർ കൂടുതൽ കിട്ടും. അത് നമുക്ക് ഹിപ്പിലും അപ്ലൈ ചെയ്യാം. കണ്ടോ, ആ നേരത്തെ ആ ഒരു തുണി കണക്കത്തെ അനിമേഷൻ മാറി, ആ ഒരു പവർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിപ്പിലും സെയിം ആണ്. ഹിപ്പിൻ്റെ നമുക്ക് അതേ കണക്ക് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക, ഹിപ്പിൻ്റെ കൺട്രോളർ സെലക്ട് ചെയ്യുക. ഹിപ്പിൻ്റെ ഏതാണ് കൺട്രോളർ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഹിപ്പിന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഹിപ്പിൻ്റെ അനിമേഷൻ എവിടെയൊക്കെയാണ് വരണതെന്ന് സെലക്ട് ചെയ്യുക, അടിച്ചു കൊടുക്കുക. നോക്കി, ഇതാണ് ഇപ്പോൾ ഹിപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇതിപ്പോൾ റൊട്ടേഷനാണ്, എങ്ങോട്ടുള്ള റൊട്ടേഷനാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോക്കുക. റൊട്ടേറ്റ് സി ആകുമ്പോൾ നോക്കിയേ, സി ആകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്ന് നോക്കാം. സി വന്ന് ഹിറ്റ് ചെയ്യണ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, താഴോട്ട് വന്നു. ഫൈൻ. അപ്പോൾ അത് റൊട്ടേറ്റ് വൈ ആയിരിക്കും. എന്തായാലും താഴെ ഹിറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് വൈ ആയിരിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, ബ്രേക്ക് ടാൻജൻറ്റ് അടിച്ചു കൊടുക്കുക. ബ്രേക്ക് ടാൻജൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കീ ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. അതാ മുകളിലോട്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പവർ കിട്ടും നമുക്ക്. ഇങ്ങനെ സെയിം. അതുപോലെ റൊട്ടേറ്റ് സി ആണെന്നുണ്ടെങ്കിൽ സി ആക്സിസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ സി അല്ല, വൈ തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ വൈയും ഉണ്ട് സിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സിയും സെലക്ട് ചെയ്യാം. സി ഇവിടെ നിന്ന് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും ബ്രേക്ക് ടാൻജൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. സ്വല്പം ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക ഈ ഏരിയ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരണം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് ആ ഒരു മാറ്റം എന്നുള്ളത്. വെയിറ്റ് നമുക്ക് ഗ്രാഫിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നോർമൽ നമ്മൾ ചെയ്യും വേണം, നമ്മൾ ഗ്രാഫ് എഡിറ്ററിൽ കൊടുക്കാൻ വേണം. ഇനി അത് തറയിൽ ഹിറ്റ് ചെയ്യുന്നതാണ് അടുത്ത പ്രോബ്ലം. തറയിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, തറയിൽ ഹിറ്റ് ചെയ്യുക. ഇങ്ങനെ വന്നു, അവിടെ വന്ന് നിന്നു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് അതിന് അനാവശ്യമായിട്ടൊരു ഫീൽ കൊണ്ടുവരണം. അതിനെ അങ്ങ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഉണ്ടോ. ഞാൻ ആ ഒരു മൂവ്മെൻറ്റിന് അനാവശ്യമായിട്ട് കൊടുത്തു, അത് വേണ്ട. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ റിയലിസ്റ്റും തന്നെ വരട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തു, അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കും. ഇവിടെ നിന്ന് വന്നു. ഓക്കെ, അപ്പോൾ അതിന് പറഞ്ഞതിനനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മൂവ്മെൻറ്റും കൂടെ വീണ്ടും റീടേൺ ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡൗൺ, അപ്പ്, അത് കഴിഞ്ഞ് ഡൗൺ. ഓക്കെ, ഡൗൺ. ഓക്കെ, ഡൗൺ ആകുമ്പോൾ ഇതെന്ത് ചെയ്യുക, മാക്സിമം അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പ്, പിന്നെ ഡൗണ്, ദെൻ അപ്പ്, ദെൻ ഡൗൺ. ഓക്കെ, ഇതുണ്ട്, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് വെറുതെ കിടന്ന്. ഇതിൻ്റെ ആവശ്യമില്ല, അനാവശ്യമായിട്ട് ഫ്ലോട്ട് ചെയ്യണ്ട. അപ്പോൾ ഈ രണ്ട് കീ ഫ്രെയിംസ് ഞാൻ റിമൂവ് ചെയ്തോളാം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ടൈമിങ് ഭയങ്കര ലൂസ്. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈമിങ് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് സ്വല്പം അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, എല്ലാം അടുപ്പിച്ചിട്ട് കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുക, അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ടൈമിങ്, അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടൈമിങ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടൈമിങ് നമുക്ക് എന്ത് ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാം. ഉണ്ടോ, ഇപ്പോൾ വേറൊരു ടൈമിംഗ് ആയി. നമുക്ക് ഇഷ്ടമുള്ള ടൈമിംഗ് ആണ്. നമുക്ക് ആ ഇഷ്ടമുള്ള ടൈമിംഗ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യും. ഇവൻ വന്ന് വീഴുന്ന സമയമുണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു ടൈം വേണമെങ്കിൽ മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ടോ. അപ്പോൾ ആ ഒരു ടൈമിങ്ങായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവ ഇങ്ങനെ വീഴുന്ന് കഴിഞ്ഞിട്ട് കാല് പൊങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ കാലിനെ ഡ്രാഗ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ ടൈമിംഗ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ഇതിനെ പിടിച്ച് സ്വല്പം കൂടെ ടോപ്പിലായി കൊടുത്താൽ മതി. എന്താ, അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ കൊടുക്കുക. ഇങ്ങനെ വന്ന് വീണു, ഒരു സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടാവുന്നതായിട്ട് ഉണ്ടോ.
എന്നിട്ട് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ബാക്കിലോട്ട് ആവുന്നതായിട്ടും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതാകുമ്പോൾ ആ ഒരു ലൈഫ് ഉള്ള ഒരു ഫീല് കിട്ടും, അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും വരുന്നത്. ഓക്കെ, കണ്ടോ? നോക്കിയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീട്യൂൺ ചെയ്യാം. രണ്ട് കാല് രണ്ട് ടൈമിൽ വരത്തക്ക രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീട്യൂൺ ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഒരു കാല് മുകളിലോട്ട് പൊക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം ഒരു ഫ്രെയിം. ഇപ്പം നോക്കിയേ, കണ്ടോ? രണ്ട് ഏരിയക്കകത്ത് കാല് റീസെറ്റ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. നോക്കിയേ, കണ്ടോ? രണ്ട് കാല് രണ്ട് ഏരിയക്കകത്ത് വരുന്ന ഒരു ഫീൽ കണ്ടോ? ഇപ്പോൾ കണ്ടോ, ആ ഒരു മൂവ്മെന്റിന്റെ സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇതാ സെയിം തന്നെയാണ് ഈ കാല് എടുക്കുന്ന സമയത്തും, രണ്ട് കാല് രണ്ട് സമയത്ത് വന്നാലും കുഴപ്പമില്ല. അതുപോലെ ഇതിങ്ങനെ ഉണ്ടോ, ഒറ്റ അടിക്ക് എടുക്കാതെ വേണമെങ്കിൽ ഈ ഒരു കാലിന് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ? മുകളിലോട്ട് വെച്ച് കൊടുക്കാം. സ്വല്പം ഒന്ന് റീട്യൂൺ ചെയ്ത് മുകളിൽ, സ്വല്പം കൂടെ മുകളിൽ, സ്വല്പം കൂടെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു റിയലിസ്റ്റിൻ്റെ കണ്ടോ ആ ഒരു സമയം വരും ഇങ്ങനെ. അതാ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് ഒരു കാല് മുകളിലോട്ട് വെച്ചിട്ട് അടുത്ത കാല് കൊണ്ടുവരണ ഒരു ഫീൽ കണ്ടോ? അപ്പോൾ ഒരുപാട് ഇതുണ്ടെങ്കിൽ സ്വല്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സെലക്ട് ചെയ്തിട്ട് നീക്കി കൊടുക്കാം. ഒറ്റയടിക്ക് കറക്കരുത്, സ്വല്പം ടൈമിംഗ് കൊടുത്തിട്ട് കറക്കുക. ഉണ്ടോ? രണ്ട് രീതിയിലുള്ള ടൈമിംഗ് ആയി. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്തേ, ക്രിയേറ്റ് പ്രിവ്യൂ, ക്രിയേറ്റ് പിൻ. അപ്പോൾ ഓരോ ഫൈൻ ട്യൂൺ ചെയ്യുന്ന അനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ടൈം എടുത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാം. കണ്ടോ? ഇപ്പോൾ നോക്കിയേ, ആ ഒരു ടൈം എക്സാക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇങ്ങനെ വന്നു. അപ്പോൾ അത് അടിയാവാനും പാടില്ല ആ ഒരു ഏരിയയ്ക്ക്. അത് കണ്ടോ, ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് അത് അടിയാവാനും പാടില്ല. അവിടെ നിന്നുകൊണ്ട് അത്രയും ഫീൽ അവിടെ കൊണ്ടുവരണം. സ്വല്പം നീക്കുക, ആ കാല് അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് തന്നെ, യെസ്, ഇങ്ങനെ എടുത്ത് ബാക്കിലോട്ട് പോയി ഇവിടെ സ്വല്പം കൂടെ വേണമെങ്കിൽ പൊക്കി റൊട്ടേഷൻ വേണ്ട. അപ്പോൾ അതേ കീ ഫ്രെയിംസ് തന്നെ നമുക്ക് യൂസും ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഉണ്ടോ? എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, തിരിച്ചാണ്. സ്വല്പം കൂടി ഇങ്ങോട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായി കൊടുക്കുക, അതൊന്നും ഒരു ഇഷ്യൂ ഉള്ള കാര്യമല്ല, ഇങ്ങോട്ടായി കൊടുക്കുക. പക്ഷെ അതേ കീ ഫ്രെയിം തന്നെ അവസാനത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോവും. സെലക്ട് ചെയ്യുന്നു, ഇതിന് അത് മാത്രം സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കുക. വേണ്ട, വീണ്ടും അത് മാറുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ മാത്രം സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കീ ഫ്രെയിം മാത്രം. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീ ഫ്രെയിം തന്നെ കോപ്പി ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങനെയാണ് ചരിയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അങ്ങ് റിമൂവ് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് എടുത്തു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇനി ചെയ്യാമല്ലോ, ഡിലീറ്റ് ചെയ്യുക. ഓരോ മീൻസ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് പല ഐഡിയാസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനനുസൃതമായിട്ട് നമ്മുടെ അനിമേഷൻ നന്നാക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ? അതാണ്ട് ഇങ്ങനെ ടക്ക്, ദെൻ നല്ലോണം ബാക്കിലോട്ട് പോവുക. ആ ഒരു ആൻറ്റിസിപ്പേഷൻ നല്ലോണം ബാക്കിൽ കൊടുത്തു. ഈ ഓരോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണതിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു മൂവ്മെൻറ്റിന്, ഓരോ ചെറിയ മൂവ്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. വന്നു, യെസ്, അങ്ങനെ വീണു. ഓക്കെ, അത്രയും ടൈം എടുത്തിട്ടാണ് ആ ഒരു ഡിലേ വരണത്. ഇവിടെ നിന്ന് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് ഇതിനെയും കൂടെ അനിമേറ്റ് ചെയ്ത് വിടാം. ഏതാണ്, ലെയറിൻ്റെ അകത്ത് പോയിട്ട് ലെയറിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് വിടാം. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ ഒരു പർട്ടിക്കുലർ ലെയറിൽ. നമ്മളതിൻ്റെ പേരെന്താണ് കൊടുത്തത്, വെപ്പൺ. സെലക്ട് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അതൊന്ന് ഹിറ്റ് ചെയ്ത് കൊണ്ടു. കണ്ടോ, അതിൻ്റെ ടൈമിങ് മാറി. ഇപ്പോൾ അത് കുഴപ്പമില്ല, അത് സെലക്ട് ചെയ്യുക. അത് 10 മിനിറ്റത്തെ കാര്യം പോലും ഇല്ല, ഡിലീറ്റ് ചെയ്ത് കളയുക. ഏതുവരെയായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഏരിയ വരാം. ഒരു കാര്യം, അല്ലെങ്കിൽ വേറൊരു പരിപാടി ചെയ്യുക. ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ, ഓക്കെ, താഴോട്ട് വന്നു. അത് വേണ്ട, നമുക്ക് അത് കണ്ടിട്ട് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് കൺസ്ട്രെയിൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം കൺസ്ട്രെയിൻ കൊടുക്കണ്ട, മാനുവലി അനിമേറ്റ് ചെയ്താൽ മതിയാവും. വേറെ നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അത് റിഗ് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെ കൺസ്ട്രെയിൻ ചെയ്യാമെന്ന്. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇപ്പോൾ അതേ മൂവ്മെൻറ്റ് തന്നെ കൊടുത്താൽ അത് വേറൊരു മാറ്റവും ഇല്ല. ഇപ്പോൾ കൊണ്ടുപോയി സ്വല്പം ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സ്വല്പം ഇങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിടിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ അകത്ത് റീട്യൂൺ ചെയ്യേണ്ടി വരും. രണ്ട് ടൈമിംഗ് ആണ്, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ടൈമിംഗ് മാറി. അത് മാറിയതുണ്ടോ ആ ഒരു ഏരിയക്കകത്ത്. അപ്പോൾ അത് ഹിറ്റ് ചെയ്തിട്ട്
കണ്ടോ, വീഴുമ്പോൾ തന്നെ അത് താഴോട്ട് പോകുന്നു, അത് പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കീ ഫ്രെയിംസ് ഒരുപാട് സമയം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടേ വീഴാവുള്ളൂ. ടക്ക് അത് ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വീഴാം. ഓക്കെ, ഇനി പ്ലേ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഹിറ്റ് ഉണ്ടല്ലോ അതെങ്ങനെയായി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുത്തുമ്പോൾ മൊത്തത്തിൽ കുത്തി ഒന്ന് വീഴുന്നു. സോ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ, പ്ലേ ബ്ലാസ്റ്റ്. നമുക്ക് കുറച്ചും കൂടെ സൂം ചെയ്യാം, പോൾ വെക്ടറും കൂടെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ആ പോൾ വെക്ടർ കൂടെ ഒന്ന് ഹൈഡ് ചെയ്യാം. സോ സെലക്ട് ചെയ്യുക, പോൾ വെക്ടർ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പോൾ വെക്ടറും കൂടെ ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇതാ കൺട്രോളേഴ്സാണ് ഹൈഡ് ആയത് അല്ലേ. മെഷ്, വെപ്പണും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പോൾ വെക്ടർ ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോൾ വെക്ടറും കൂടെ ഉണ്ട്, ഇതായി പോൾ വെക്ടർ ഉണ്ട്, ഇതായി രണ്ടെണ്ണം സെലക്ട് ചെയ്യുക, രണ്ട് സ്പിയർ ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്വല്പം കൂടെ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ 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 ഏകദേശം ബേസിക് ഐഡിയ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ നമ്മുടെ ഈ വന്ന് ഹിറ്റ് ചെയ്യുമല്ലോ സംഭവം, ആ ഹിറ്റ് ചെയ്യണതിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് വെക്കാനുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ആ കൺസ്ട്രെയിൻ ഞാൻ പറയുന്നില്ല, അത് നമുക്ക് റിഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കൺസ്ട്രെയിൻ പറയാം. കാരണം അത് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യുന്നുണ്ട്, കണ്ടോ, ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ ഒരു ഫീല് വരുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കൺസ്ട്രെയിൻ ചെയ്യാതെ എങ്ങനെ ഫീൽ കൊണ്ടുവരാൻ നോക്കാം. ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തല്ലോ. ഓക്കെ, ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പവറിൽ ഇങ്ങനെ സ്വല്പം കൂടെ ഒന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരാം. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ സ്വല്പം ഒന്ന് ബാക്കിൽ കൊണ്ടുവരാം. ആ ഒരു എന്താണ് പെനിട്രേറ്റ് ആയ ഒരു ഫീൽ കൊണ്ടുവരാം. ഇതാ ഇതിങ്ങനെ ഉണ്ടോ, ഒരുപാട് ഫ്രണ്ടിലോട്ട് വരണമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഴയ കണക്ക് നമുക്ക് അനിമേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ആയി. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും അത് അതേ കണക്കിനെ പിടിച്ചു കൊടുക്കുക, ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇവിടെ അതേ കണക്ക് തന്നെ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് കുറയുന്നൊരു ഫീൽ വരുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുക, അതിന് വീണ്ടും മാനുവലി ട്രീറ്റ് ചെയ്യുക. നമുക്കതല്ലാതെ നോക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അതിൻ്റെ അകത്ത് നമുക്ക് റൊട്ടേഷനും വേണം. അത് അതിൻ്റെ കൂട്ടത്തിൽ മൂവ് ചെയ്യുന്നത് ഇതാ ഉണ്ടോ, ചെറിയ ആ ഒരു മൂവ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ അത് പക്ക ആവുള്ളൂ. കണ്ടോ, ഒരുപാട് വേണ്ട, സ്വല്പം ഒന്ന്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അത് വെറുതെ കിടന്ന് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നരുത് കാണുമ്പോൾ. വെറുതെ ഇങ്ങനെ ചുമ്മാ റൊട്ടേഷൻ ആവരുത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിന് സപ്പോർട്ടീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മളതിന് കൊടുക്കേണ്ടത്. യെസ്, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ടൈമിംഗ് ഇനിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാം അത്രത്തോളം നമുക്ക് അതിനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് റീറ്റ്യൂക്ക് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ആദ്യം ഒന്നും കിട്ടത്തില്ല. ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ.